വേറെ ഒന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. മലമൂത്ര വിസർജനത്തിന് പോലും പോകേണ്ട ആവശ്യമില്ല. അപ്പം അവിടെ ഇരിപ്പായി. 6.5 ദിവസമായി. 6 ദിവസമായപ്പോൾ തക്ഷകൻ വരേണ്ട സമയമായി. അതിനുള്ളിൽ ശുകമഹർഷിയുടെ പറച്ചിലും ഏതാണ്ട് മുഴുവനായി. അദ്ദേഹം ശുകമഹർഷിയെ വളരെയധികം കൃതജ്ഞതയോടുകൂടി അദ്ദേഹത്തിന് പറയാനുള്ളത് പറഞ്ഞ് നമസ്കരിച്ചു. ഞാനിതാ മഹർഷിയെ എല്ലാറ്റിൽ നിന്നും പിൻവലിയാൻ പോവാണ്. ഞാൻ ഇന്ദ്രിയങ്ങളെ ഇതാ പ്രപഞ്ച വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കുന്നു. മനസ്സിനെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് പിൻവലിക്കുന്നു. ബുദ്ധിയെ മനസ്സിൽ നിന്ന് പിൻവലിക്കുന്നു. എന്നിട്ട് എൻ്റെ അന്തരാത്മാവിൻ്റെ അടിത്തട്ടിൽ വിലയം കൊള്ളാൻ പോവുകയാണെന്നും പറഞ്ഞ് കണ്ണടച്ചങ്ങടാ പോയി. അതിന് ശേഷമാണ് തക്ഷകൻ വന്നതും കടിച്ചത്. ആ സമയത്ത് പരീക്ഷിത്ത് അവിടെ ഇല്ല. ആ കടിയെ അനുഭവിക്കാനോ ആ കടിത്തീയിൽ നിന്നുണ്ടായ തീയിൽ ശരീരം ദഹിച്ചു വെണ്ണീറായതോ കാണാനോ കേൾക്കാനോ ഒന്നും പരീക്ഷിത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. ബാക്കിയുള്ളവർ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ്. അതാണ് ഞാൻ പറയുന്നത്, ഈ ശ്രീമദ് ഭാഗവതം മരണത്തെ കീഴടക്കുന്ന മഹാസ്ത്രമാണ് എന്നാണ് പറയുന്നത്. അത്ര വിശേഷപ്പെട്ടതാണ്. ഇതിൻ്റെ വിശേഷം എന്താണെന്ന് പറഞ്ഞാൽ 18,000 ശ്ലോകങ്ങളുണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ ഏതാണ്ട് 1,00,000 പദങ്ങൾ അതിലുണ്ടാവും. ഈ പദങ്ങളിലെല്ലാം ഭക്തി 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 ഭക്തി, ഭഗവാൻ 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 എന്ന് 3 വാക്കോ 2 വാക്കേ പറഞ്ഞിട്ടുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതിൽ മനുഷ്യ ജീവിതത്തിനെ കുറിച്ചുള്ള സർവ്വവിധത്തിലുള്ള വിലയിരുത്തലും പരാമർശങ്ങളുമുണ്ട്. ശ്രീമദ് ഭാഗവതം നമ്മളിൽ പ്രചോദിപ്പിച്ച് നമ്മളിക്ക് ഉള്ളിലേക്ക് കയറ്റി വിടുന്നത് ഭക്തിർ വിരക്തിർ ഭഗവത് പ്രബോധ എന്നാണ്. ഒരു ഭാഗത്ത് ഈശ്വരനോട് ഭക്തി, ഒപ്പത്തിനൊപ്പം ക്ഷണികങ്ങളായിരിക്കുന്ന ലോകവസ്തുക്കളോട് വിരക്തി. ഇത് രണ്ടും മനസ്സിന് വേണ്ടതുപോലെ അലങ്കരിച്ചു ധന്യമാക്കി എന്നുണ്ടെങ്കിൽ ഉടനെ നമുക്ക് ഉണ്ടാവുന്നതാണ് ഭഗവത് സാക്ഷാത്കാരം. ഇങ്ങനെ 3 എണ്ണമാണ് നമുക്ക് ഉണ്ടാവുക. അതെങ്ങനെ ഉണ്ടാവുമെന്ന് ശ്രീമദ് ഭാഗവതം തന്നെ പറയണം. തുഷ്ടി പുഷ്ടി ക്ഷുതപായോനുഘാസം. വിശക്കുന്നവൻ ഊണ് കഴിക്കുന്ന സമയത്ത് ഓരോ ഉരുള കഴിക്കും തോറും ഏതാണ്ടൊന്ന് ചവച്ച് കഴിക്കുകയാണെങ്കിൽ തുഷ്ടി, അതിൻ്റെ രസം നല്ല പോലെ അനുഭവിക്കാം. ശരീരത്തിന് പോഷണവുമാവും.